ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വളരെ പരിചിതമായ ഒരു വചനത്തെക്കുറിച്ചാണ്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസ്സ് ദീർഘമായിരിക്കേണ്ടതിന്. പുറപ്പാട് 20:12 കാണുന്ന ഈ വചനമാണ് 10 കൽപ്പനകളിലെ 5-ാമത്തെ കൽപ്പന. ഈ വചനം നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. അപ്പനെ അനുസരിക്കണം, അമ്മയെ അനുസരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. എന്നാൽ ഈ കൽപ്പനയുടെ അർത്ഥം വെറും മാതാപിതാക്കൾ പറയുന്നതെല്ലാം അനുസരിക്കുക എന്നതല്ല. ഈ കൽപ്പനയ്ക്ക് അതിനേക്കാൾ വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. ഇന്ന് നമുക്ക് ആ അർത്ഥത്തിലേക്ക് കുറച്ച് ആഴത്തിൽ പോകാം. 10 കൽപ്പനകളിൽ 9 കൽപ്പനകൾക്കൊപ്പം പ്രത്യേകം ഒരു പ്രതിഫലവും വാഗ്ദാനം ചേർത്തിട്ടില്ല. എന്നാൽ 5-ാമത്തെ കൽപ്പന ഒരു വാഗ്ദാനമുണ്ട്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിന്റെ ആയുസ്സ് ദീർഘമായിരിക്കേണ്ടതിന്. ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ദൈവം ഇവിടെ ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, ഒരു സമൂഹം എങ്ങനെ നിലനിൽക്കണം എന്നതിനെക്കുറിച്ചും ദൈവം സംസാരിക്കുന്നു. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് പർവ്വതത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ചെറിയ കുട്ടികൾ മാത്രമായിരുന്നില്ല. വളരെ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. കുടുംബങ്ങളുടെ തലവന്മാരും ഉണ്ടായിരുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ കൈപിടിച്ചു കൊണ്ടുവരുന്നവരുമുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഒരു പുതിയ ദേശമുണ്ടായിരുന്നു. അവർക്ക് ഇതുവരെ സ്വന്തമായി അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭാവിയുണ്ടായിരുന്നു. അവർക്ക് ലഭിക്കാൻ പോകുന്ന ദേശം കുടുംബങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടാനിരിക്കുകയായിരുന്നു. അതിനാൽ കുടുംബം എന്നത് വെറും വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ മാത്രമല്ല, കുടുംബം തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ. ഇവിടെ ഉപയോഗിക്കുന്ന ബഹുമാനിക്കുക എന്ന വാക്കിൻ്റെ ഹീബ്രു ഭാഷയിൽ വളരെ ശക്തമായ അർത്ഥമുണ്ട്. ഹീബ്രു വാക്ക് കബേദ് ആണ്. ഇതിൻ്റെ അടിസ്ഥാനമായ ആശയം ഭാരമുള്ളത്, പ്രധാനമുള്ളത് എന്നതാണ്. അതായത് ഒരാളെ ബഹുമാനിക്കുക എന്നത് വെറും അച്ഛാ ശരി, അമ്മ ശരി എന്ന വായിൽ പറയുന്നതല്ല, അവരുടെ ജീവിതത്തിലെ ഭാരം നൽകുന്നു എന്നതാണ്. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം നൽകുക, അവരുടെ വാക്കുകൾ, ആവശ്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകുക. ഇതിൻ്റെ വിപരീതമായ ഒരു ആശയവും ബൈബിളിൽ കാണാം. ലഘുവായി കാണുക, വില കുറച്ചു കാണുക, ഒന്നുമില്ലാത്തവരെ പരിഗണിക്കുക. അപ്പോൾ 5 കൽപ്പന നമ്മൾ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്: നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ ജീവിതത്തിൽ എത്ര ഭാരമുണ്ട്? നമ്മുടെ തീരുമാനങ്ങൾ അവർക്ക് ഒരു സ്ഥാനമുണ്ടോ? നമ്മളുടെ സംസാരത്തിൽ അവർക്ക് ബഹുമാനമുണ്ടോ? അവർക്ക് പ്രായമായപ്പോൾ പോലും അവരുടെ ജീവിതത്തിന് വിലയുണ്ടെന്ന് നമ്മൾ കാണിക്കുന്നുണ്ടോ? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. അനുസരണം എന്നും ബഹുമാനം എന്നും ഒരേ കാര്യമല്ല. കുട്ടി മാതാപിതാക്കളുടെ വീട്ടിൽ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നിർദ്ദേശം അനുസരിക്കേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. പുതിയ നിയമത്തിലും പൗലോസ് പറയുന്നു, മക്കളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പിൻ, ഇത് ന്യായമാകുന്നു. എന്നാൽ അതിന് പിന്നാലെ പൗലോസ് 5-ാമത്തെ കൽപ്പന ഉദ്ധരിക്കുന്നു: നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എന്തുകൊണ്ട്? കാരണം ഒരു വ്യക്തി വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം മാറുന്നു. ഒരു 40 വയസ്സുള്ള സ്ത്രീയോട് അമ്മ പറഞ്ഞ ജോലി തന്നെ ചെയ്യണം, അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോകണം എന്ന് പറയുന്നത് 5 കൽപ്പനയുടെ പൂർണ്ണമായ അർത്ഥമല്ല. വയസ്സായ മകൻ അല്ലെങ്കിൽ മകൾ മാതാപിതാക്കളുടെ എല്ലാ തീരുമാനങ്ങളെയും അനുസരിക്കണമെന്ന് ബൈബിൾ പറയുന്നത്. പക്ഷേ ബഹുമാനം ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. കുട്ടിയായിരിക്കുമ്പോൾ അനുസരണം പ്രധാനമാണ്. വളരുമ്പോൾ ഉത്തരവാദിത്തമുള്ള ബഹുമാനം പ്രധാനമാണ്. യഥാർത്ഥ പരീക്ഷണം പലപ്പോഴും മാതാപിതാക്കൾ ശക്തരും ആരോഗ്യവാന്മാരുമായിരിക്കുമ്പോഴല്ല, അവർക്ക് നമ്മെ ആവശ്യമില്ലാത്തപ്പോഴുമല്ല. യഥാർത്ഥ പരീക്ഷണം വരുന്നത് അവർ പ്രായമാകുമ്പോഴാണ്. അവർ ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ, അവർക്ക് കാര്യങ്ങൾ മറക്കാൻ തുടങ്ങുമ്പോൾ, നടക്കാൻ സഹായം ആവശ്യമാകുമ്പോൾ, ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ, മരുന്നുകൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുമ്പോൾ, അവരെ പരിചരിക്കാൻ നമ്മുടെ സമയവും പണവും ആവശ്യമായി വരുമ്പോൾ, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയരും: ഇത്രയും സമയം ഇവർക്കായി ഞാൻ എന്തിനു ചെലവാക്കണം? എനിക്ക് വേറെ എത്ര കാര്യങ്ങളുണ്ട്? എൻ്റെ ജീവിതം തന്നെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ മറ്റാരുമില്ലേ? ഇവിടെയാണ് 5 കൽപ്പനകളുടെ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം ബഹുമാനം ഒരു വികാരം മാത്രമല്ല, അത് ഉത്തരവാദിത്വവുമാണ്.
ഇന്ന് നമുക്ക് പെൻഷനുണ്ട്, റിട്ടയർമെൻറ്റ് അക്കൗണ്ടുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, വൃദ്ധസദനങ്ങളുണ്ട്, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എന്നാൽ പുരാതന ഇസ്രായേൽ ഒരു വൃദ്ധനായ മാതാവിൻ്റെ സുരക്ഷയുടെ പ്രാധാന്യ ഭാഗം കുടുംബമായിരുന്നു. മക്കൾ തന്നെയായിരുന്നു ഭക്ഷണവും വസ്ത്രവും താമസവും ആവശ്യമായ പരിചരണവും നൽകേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് വെറും നല്ല വാക്കുകൾ പറയേണ്ടത് മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവരെ ഉപേക്ഷിക്കാതിരിക്കുക എന്നതും അതിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളിൽ മാതാപിതാക്കളെ അവഗണിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളിൽ ഒന്നാണ്. നമ്മളൊരാളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ യഥാർത്ഥ ബഹുമാനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കാണും? നമ്മൾ സമയത്തിൽ, നമ്മുടെ പണത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പരിചരണത്തിൽ, നമ്മുടെ തീരുമാനങ്ങൾ. ഒരു പ്രായമായ അമ്മയ്ക്ക് വലിയൊരു സമ്മാനം വേണ്ടെന്നിരിക്കാം, പക്ഷേ അവൾക്ക് മകൻ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് വലിയ കാര്യമാകാം. ഒരു പ്രായമായ അച്ഛന് വില കൂടിയ വസ്ത്രം വേണ്ടായിരിക്കാം, പക്ഷേ മകൻ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കുറച്ച് സമയം ചെലവഴിക്കുന്നത് അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടത് പണമല്ല, നിങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടവരാണ് എന്ന ഉറപ്പാണ്. ബൈബിളിലെ ചില സംഭവങ്ങൾ വളരെ മനോഹരമായ ഒരു കാര്യം കാണിക്കുന്നു. അബ്രഹാം സാറയെ അടക്കം ചെയ്യുന്നതിനായി ഒരു ഗുഹ സ്വന്തമായി വാങ്ങി. യാക്കോബ് തൻ്റെ ശരീരം മിസ്രയീമിൽ തന്നെ അടക്കം ചെയ്യാതെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്യണമെന്ന് മക്കളോട് സത്യം ചെയ്യിപ്പിച്ചു. യോസേഫ് ആ വാഗ്ദാനം പാലിച്ചു. ഇത് എന്താണ് കാണിക്കുന്നത്? മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം അവരുടെ മരണത്തോട് അവസാനിക്കുന്നില്ല. അവരുടെ ഓർമ്മയുടെയും കുടുംബത്തിൻ്റെയും പാരമ്പര്യത്തോടും ബഹുമാനം കാണിക്കുന്നതും അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കുടുംബം എന്നത് വെറും ഇന്നത്തെ ബന്ധമല്ല, നമ്മുടെ മുമ്പുണ്ടായിരുന്ന തലമുറകളുടെ, നമ്മുടെ പിന്നാലെ വരുന്ന തലമുറയെ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം പറയണം. ബൈബിളിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറയുന്നു, പക്ഷേ മാതാപിതാക്കളെ ആരാധിക്കാൻ പറയുന്നില്ല. ദൈവത്തിന് നൽകേണ്ട സ്ഥാനം ഒരു മനുഷ്യന് നൽകാൻ പാടില്ല. മാതാപിതാക്കൾ തെറ്റില്ലാത്തവരാണെന്ന് ബൈബിളിൽ പറയുന്നില്ല. മാതാപിതാക്കൾ തെറ്റുകൾ സംഭവിക്കാം. ചില മാതാപിതാക്കൾ നല്ല മാതാപിതാക്കളായിരിക്കാം. ചിലർ മോശമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. ചില കുടുംബങ്ങളിൽ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതിനാൽ ബഹുമാനിക്കുക എന്നത് തെറ്റിന് ശരിയെന്ന് വിളിക്കുക എന്നല്ല, അനീതിയെ സഹായിക്കുക എന്നല്ല, അപകടകരമായ സാഹചര്യത്തിൽ സ്വയം സമർപ്പിക്കുക എന്നുമല്ല. പകരം സാധ്യമാകുന്നിടത്ത് വിദ്വേഷത്തിനു പകരം മാന്യതയും, പ്രതികാരത്തിനു പകരം ക്ഷമയും, അപമാനത്തിനു പകരം ബഹുമാനവും തിരഞ്ഞെടുക്കുക എന്നതാണ്. കാരണം ഒരു സമൂഹം അതിൻ്റെ പ്രായമായവരെ എങ്ങനെ കാണുന്നു എന്നത് ഒരു സമൂഹത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ്റെ വില അയാൾ എത്ര ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? പ്രായമാകുമ്പോൾ, രോഗിയാകുമ്പോൾ, ജോലി ചെയ്യാൻ കഴിയാത്തപ്പോൾ, ഓർമ്മ കുറയുമ്പോൾ, അപ്പോൾ അയാളുടെ വില ഇല്ലാതാകുമോ? ഇല്ല. ബൈബിൾ പറയുന്നത് മനുഷ്യൻ്റെ മൂല്യം അവൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മാത്രമല്ല എന്നതാണ്. അതിനാൽ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നത് ഒരു ഭാരമായി മാത്രം കാണരുത്. അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിന്നുള്ള ഒരു അവസരമായി കാണുക. ഇന്ന് നമുക്ക് വളരെ തിരക്കുള്ള ജീവിതമാണ്. ജോലി, ബിസിനസ്, കുട്ടികൾ, പഠനം, സോഷ്യൽ മീഡിയ, യാത്രകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. ഇതിനിടയിൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പിന്നിലേക്ക് പോകുന്നു. ഒരു കാലത്ത് അവർ നമ്മെ കൈപിടിച്ച് നടത്തി, നമുക്ക് ഭക്ഷണം നൽകി, നമ്മുടെ രോഗരാത്രികളിൽ ഉറങ്ങാതെയിരുന്നു, നമ്മുടെ പഠനത്തിനായി ത്യാഗം ചെയ്തു, നമ്മുടെ ഭാവിയായി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു. ഇന്ന് അവരുടെ കൈകൾ വിറയ്ക്കുമ്പോൾ, നടക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, ഒരേ കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് വളരെ ഭാരമായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 5-ാം കൽപ്പന നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന് ഭാരം നൽകുക. അവരെ ലഘുവായി കാണരുത്. അവരെ ഉപേക്ഷിക്കരുത്. അവരുടെ പ്രായം അവരുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഈ കൽപ്പനയോടൊപ്പം ദൈവം പറയുന്നു, നിന്റെ ആയുസ്സ് ദീർഘമായിരിക്കേണ്ടതിന് എന്ന്. ആദ്യമായി ഇത് ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ ഉടമ്പടി പശ്ചാത്തലത്തിലുള്ള വാഗ്ദാനമാണ്. അതിനെ ഒരു ലളിതമായി സൂത്രവാക്യമാക്കി. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ഒരിക്കലും മരിക്കില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇതിന് പിന്നാൽ ഒരു വലിയ തത്വമുണ്ട്. ഒരു തലമുറ അടുത്ത തലമുറയെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ കുടുംബം ശക്തമാകുന്നു.
കുടുംബം ശക്തമാകുമ്പോൾ സമൂഹം ശക്തമാകുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ അനുഗ്രഹം തലമുറകളുടെ തുടരും. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കുടുംബ സംവിധാനമാണ്. അവിടെ ശക്തനായവൻ ദുർബലനായവനെ തള്ളിക്കളയുന്നതല്ല, മറിച്ച് ഓരോ തലമുറയും മറ്റൊന്നിനെ താങ്ങുക എന്നതാണ്. അവസാനമായി ഒരു ബാലൻസ് നമ്മൾ മറന്നു പോകരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, പക്ഷേ ദൈവത്തേക്കാൾ മുകളിലായി അവരെ വയ്ക്കരുത്. മാതാപിതാക്കളെ സ്നേഹിക്കണം, പക്ഷേ തെറ്റിനെ അനുകൂലിക്കരുത്. മാതാപിതാക്കളുടെ അഭിപ്രായം കേൾക്കണം, പക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യരുത്. വളർന്ന മക്കൾക്ക് സ്വന്തം ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്നാൽ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാതാപിതാക്കളെ അപമാനിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനം എന്നത് അന്ധമായ അനുസരണയല്ല. ബഹുമാനം എന്നത് അവരുടെ ജീവിതത്തിന് ദൈവം നൽകിയ വില തിരിച്ചറിയുക എന്നതാണ്. 10 കൽപ്പനകളിലെ 5-ാമത്തെ കൽപ്പന വളരെ ചെറിയൊരു വാക്യമാണ്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പക്ഷേ ആ ചെറിയ വാക്യത്തിനുള്ളിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ജീവിതവും അടങ്ങിയിരിക്കുന്നു. കൂട്ടായിരിക്കുമ്പോൾ നമ്മെ കൈപിടിച്ച് നടത്തുന്ന മാതാപിതാക്കൾ, നമ്മുടെ ഭാവിയായി ത്യാഗം ചെയ്ത മാതാപിതാക്കൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷിച്ച മാതാപിതാക്കൾ ഇന്ന് പ്രായമേറിയിരിക്കാം. അവരുടെ ശബ്ദം പഴയതുപോലെ ശക്തമായിരിക്കില്ല. അവരുടെ കാലുകൾ പഴയതുപോലെ വേഗത്തിൽ നടക്കില്ല. അവരുടെ ഓർമ്മകൾ ചിലപ്പോൾ മങ്ങിപ്പോകാം, പക്ഷേ അവരുടെ മൂല്യം മങ്ങിപ്പോകുന്നില്ല. അവരുടെ പ്രായം കൂടുമ്പോൾ അവരെ ബഹുമാനിക്കുന്നതും കുറയുന്നില്ല. മറിച്ച് പലപ്പോഴും അവരെ ബഹുമാനിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം കൂടുതൽ വ്യക്തമായി മാറുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ മാതാപിതാക്കളെ വെറും കുടുംബത്തിലെ ഒരു അംഗമായി കാണാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിലയേറിയ മനുഷ്യരായി കാണാം. അവർ നമ്മോടൊപ്പം ഉള്ളപ്പോൾ അവരെ സ്നേഹിക്കാം, അവരോട് സംസാരിക്കാം, അവരെ കേൾക്കാം, അവർക്കായി സമയം കണ്ടെത്താം, അവരുടെ ആവശ്യങ്ങൾക്ക് സഹായിക്കാം. അവരുടെ പ്രായത്തെ പരിഹസിക്കാതെ അവരുടെ ബലഹീനതകളിൽ അവരെ താങ്ങാം. കാരണം 5-ാമത്തെ കൽപ്പന ഹൃദയത്തിലൊരു വലിയ സന്ദേശമുണ്ട്. നിന്റെ മാതാപിതാക്കളെ ലഘുവായി കാണരുത്. അവർക്ക് നിന്റെ ജീവിതത്തിൽ ഭാരം നൽകുക. അവരുടെ ജീവിതത്തിന് വിലയുണ്ടെന്ന് നിന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുക. ഒരിക്കൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ കൈകൾക്ക് ഇന്ന് നമ്മൾ കൈത്താങ്ങാകേണ്ട സമയം വന്നിരിക്കുന്നു. ഒരിക്കൽ നമ്മെ സംരക്ഷിച്ചവർക്ക് ഇന്ന് നമ്മുടെ സംരക്ഷണം ആവശ്യമാകാം. ഒരിക്കൽ നമുക്കായി സമയം മാറ്റിവെച്ചവർക്ക് ഇന്ന് നമ്മുടെ കുറച്ചു സമയം ആവശ്യമായിരിക്കുന്നു. അത് 5-ാം കൽപ്പനയുടെ ഹൃദയം. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അത് ഒരു പഴയ കൽപ്പന മാത്രമല്ല, ഇന്ന് നമ്മുടെ വീടുകളെ മാറ്റാൻ കഴിയുന്ന ദൈവവചനമാണ്. ദൈവം നമ്മെ അങ്ങനെ ജീവിക്കാനുള്ള കൃപ നൽകട്ടെ. ആമേൻ.